ഹായ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് മൗളിലോങ് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇവിടെ ഒരു വില്ലേജ് കാണാൻ വേണ്ടി വന്നേക്കണേ. ഏഷ്യയിലെ ക്ലീനസ്റ്റ് വില്ലേജായ മൗളിലോങ് വില്ലേജ് കാണാൻ വേണ്ടി വന്നേക്കണേ കേട്ടോ. അപ്പോൾ വന്നോയ്ക്ക് ഇന്നലെ ടെൻ്റ് അടിച്ചത് ഇവിടെ ഒരു ഹോം സ്റ്റേ ഉണ്ടായിരുന്നു. വന്നോയ്ക്ക് എവിടെയും കിട്ടിയില്ല കേട്ടോ, കാണാൻ വേറെ സ്ഥലങ്ങളൊന്നും ഉണ്ടാവില്ല. ഇവരുടെ റോഡും ഇതേപോലെ ഇങ്ങനെ പൊളിഞ്ഞ സ്ഥലങ്ങൾ മാത്രമേ ഉണ്ടാകുന്നുള്ളൂ. അപ്പം നമ്മൾ വന്നോയ്ക്ക് വെറുതെ ഒന്ന് ചോദിച്ചു നോക്കി, കിട്ടിയ ലോട്ടറി എന്നുള്ള രീതിയിൽ ചോദിച്ചു നോക്കി. അപ്പോൾ കിട്ടിയില്ല. ടെൻ്റ് അടിച്ച് പിന്നെ അതുപോലെ തന്നെ അകത്ത് ഫുഡ് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി കേട്ടോ. നല്ല തണുപ്പുണ്ട്, നല്ല തണുപ്പുണ്ട്. ഇപ്പോൾ ഒരു വെയിൽ വന്നേ ഉള്ളൂ, അതാണ് ഇങ്ങനെ കുഴയാണ് കേട്ടാ. ഞാനിപ്പോൾ ഒന്ന് മുഖമോ കൈ പല്ലൊക്കെ തേച്ച് ഇപ്പോൾ വന്നേ ഉള്ളൂ. ഇന്ന് കണ്ടില്ലേ, ഇതൊക്കെ ഫുള്ള് ഇങ്ങനെ നനഞ്ഞിരിക്കുന്നതൊക്കെ ഈ തണുപ്പ് ഈ മണ്ണിൻ്റെ ഇത് അടിച്ചിട്ടാണ് കേട്ടോ ഫുള്ള് നനഞ്ഞ് ഇരിക്കണം. അപ്പോൾ സൈക്കിൾ നോക്കി, സൈക്കിളൊക്കെ ഒരു നെറ്റ് പോയിട്ട് ഇതിൻ്റെ, അപ്പോൾ അതൊന്ന് സെറ്റ് ചെയ്യണം. ഇനിയിപ്പോൾ രാവിലെ വെയിൽ കാര്യങ്ങൾ വന്നിട്ടുണ്ട്. ഇനി എന്തായാലും ഒരു ഇന്നലത്തെ കറി ബാക്കിയിരിപ്പുണ്ട്. അപ്പോൾ ചോറുണ്ടാക്കിയിട്ട് ഫുഡ് കഴിച്ചിട്ട് ഇറങ്ങാനാന്ന് വെച്ചിട്ടാണ്. വെയിൽ വന്നിട്ടുണ്ട്. എന്തായാലും നമുക്ക് പയ്യെ ഇതൊക്കെ ഒന്ന് സെറ്റാക്കിയിട്ട് ഇവിടെ നിന്ന് ഇറങ്ങാട്ടാ. അങ്ങനെ നമ്മൾ പയ്യെ റൈഡ് സ്റ്റാർട്ട് ചെയ്ത് നമ്മളിപ്പോൾ പോകാൻ പോണത് പുറകിലേക്കാണ്. അതായത് നമ്മൾ മൗലിലോങ്ങിലേക്കാണ് പോകുന്നത്. ക്ലീനസ്റ്റ് വില്ലേജ്, ഏഷ്യയിലെ ക്ലീനസ്റ്റ് വില്ലേജായ മൗലിലോങ്ങിലേക്കാണ് നമ്മൾ പോകുന്നത്. അത് സ്ഥിതി ചെയ്യണത് മേഘാലയയിലാണ് കേട്ടോ. അപ്പോൾ നമ്മൾ പോണ റൂട്ടാണ്. ഇവിടെ ഈ ലെഫ്റ്റിൽ കാണുന്ന സ്ഥലങ്ങൾ എന്ന് പറയുന്നത് ദൗക്കി റിവറാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ബോട്ടിങ് കാര്യങ്ങളൊക്കെ ചെയ്യണൊരു പോയിൻ്റാണ് ഇവിടെ. ഇതാണ് കേട്ടോ ദൗക്കി വില്ലേജ്. ഈ കാണുന്നതാണ് ദൗക്കിയിലെ ബോട്ടിങ് കേട്ടോ. ശരിക്കും ഈ അവിടെ ഒരു റോപ്പ് കാണാൻ പറ്റും, അത് ശരിക്കും ഇന്ത്യയാണ്. അതിൻ്റെ അപ്പുറത്ത് ബംഗ്ലാദേശാണ് കേട്ടോ. ഇതിൻ്റെ പകുതി ഭാഗം ഇന്ത്യ, അതിൻ്റെ അപ്പുറത്തെ ഭാഗം ബംഗ്ലാദേശ് കേട്ടോ. ഇവിടെ ഇഷ്ടംമാതിരി ബോട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെ BSF ഉണ്ട് കേട്ടോ. BSFിൻ്റെ കൺട്രോളാണ് ഈ ഒരു ബോർഡർ ഇതാക്കണം. ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സിൻ്റെ അതിൻ്റെതിലാണ് ഇത്. പിന്നെ അപ്പുറത്ത് അവരുടെ ഒരു BSF, അതായത് BGD അങ്ങനെ എന്തോ ഒരു പേരാണ്, ബോർഡർ സെക്യൂരിറ്റി തന്നെയാണ്. അപ്പോൾ അപ്പുറത്ത് കൊണ്ട് കേട്ടോ. പിന്നെ ഒരുപാട് ആൾക്കാർ ബോട്ടിങ് ചെയ്യാണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നു കൂടുതൽ ആൾക്കാരെ കൊണ്ടുപോകാനുള്ള ബോട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതാണ് കാണുന്നത്. നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്തതാണ് ആ വീഡിയോയിൽ നിങ്ങൾ കണ്ടത്. പക്ഷേ അന്ന് ലേറ്റായിപ്പോയി. അതിനെല്ലാം താങ്ക്സ് പറയേണ്ട അവരോടാട്ടോ. അവരാണ് നമുക്ക് അതിനുള്ള പൈസയും കാര്യങ്ങളൊക്കെ എല്ലാം ചെയ്തത്. നമ്മളാ ബാമ്പു ട്രക്കിൻ്റെ അവിടുന്ന് മുതൽ അവർ തന്നെയാണ് നമ്മളെ ഫുഡിൻ്റെ ആയാലും എല്ലാ കാര്യങ്ങളും ചെയ്തത് കേട്ടോ. അവരോട് ഭയങ്കര താങ്ക്സ്. അവർ കാണണമെങ്കിൽ എത്ര നന്ദി പറഞ്ഞാലും മറക്കാൻ പറ്റൂല. അപ്പോൾ ഇവിടെ അത്യാവശ്യം ആൾക്കാരുണ്ട് കേട്ടോ. നമ്മളെന്തായാലും ഇവിടെ നിന്ന് ചെയ്യണല്ല, എനിക്ക് ഒരു പ്രാവശ്യം കൂടെ ചെയ്യണമെന്നുണ്ട്. അപ്പോൾ സ്നോപ്പഡാങ് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അവിടെ ഇതിനും മനോഹരമെന്നാണ് കേട്ടേക്കണം. ഇവിടെ ഓൾറെഡി ഒരു പ്രാവശ്യം നമ്മൾ ചെയ്തതാണ്. പക്ഷേ സ്നോപ്പഡാങ് പോകാനുള്ള പ്ലാനിലിരിക്കുന്നുണ്ട്. ഇവിടെ ഭയങ്കര ക്രൗഡ് കാര്യങ്ങളാണ്. സ്നോപ്പഡാങ്കിൽ എനിക്ക് തോന്നുന്നു ക്രൗഡ് ഉണ്ടാവും, പക്ഷേ അടിപൊളിയാണെന്നാണ്ട് കേട്ടോ. നമ്മൾ പോണ റൂട്ടാണ്, ഫുള്ള് ഓഫ് റോഡ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അടിപൊളിയാണ് ഇത്. നിങ്ങൾ ഇപ്പോൾ നമുക്ക് വെള്ളമൊന്നും ഇവിടെ നിന്ന് ഇതിനെ തെളിഞ്ഞ് കാണല്ല. ഇനിയിപ്പോൾ അടിയിലേക്ക് ബോട്ടിങ് ചെയ്യുമ്പോൾ കാണാൻ പറ്റുമെന്ന് തോന്നണ്ടാ. ഞാൻ കഴിഞ്ഞ ഇതിൽ ചെയ്തപ്പോൾ ചെറിയ രീതിയിൽ തെളിഞ്ഞ് കാണിച്ചാണ്, പക്ഷേ ഈവനിങ് ആയിപ്പോയി കേട്ടോ. ഹായ്. അപ്പോൾ ഒരാൾക്കാർ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കണേ കേട്ടോ അങ്ങാടേക്ക്. നമ്മൾ പയ്യെ ഇങ്ങനെ തിരിച്ച് വന്ന വഴിക്ക് പോയിക്കൊണ്ടിരിക്കണേന്ന്. റൂട്ട് നോക്കി അടിപൊളി റൂട്ടാണ്. പക്ഷേ നമ്മുടെ സൈക്കിള് വീണ്ടും ഒരു പണി കിട്ടിയ കേട്ടോ. അതായത് ചെയിൻ കറക്റ്റ് ഫിക്സ് ആണ്, പക്ഷേ ചെയിൻ ഇങ്ങനെ എന്താണ് ചവിട്ടാൻ പറ്റാള സൈക്കിള്. എന്താ അവസ്ഥയെന്ന് ആലോചിച്ച് ഇപ്പം റെഡി ആയിക്കൊണ്ടുവന്ന സൈക്കിളാണ് വീണ്ടും പണി കിട്ടി. എൻ്റെ പൊന്നോ, എന്തെല്ലാം പണികളാന്ന് ഞാൻ ആലോചിക്കണം. ഒരെണ്ണം കഴിഞ്ഞിപ്പോൾ രണ്ടാമത്തെയാണ്. എൻ്റെ പൊന്നോ, ഒരു ഐഡിയയിൽ എന്താക്കുമെന്ന് കണ്ടില്ല. ചെയിനൊക്കെ എല്ലാം കറക്റ്റ് അതിൽ വീണ് കിടക്കണം, പക്ഷെ എനിക്ക് ചവിട്ടാൻ പറ്റില്ല. അതിന് എന്തോ ഒരു സിസ്റ്റത്തിന് എന്തോ ഒരു പ്രശ്നം പറ്റിയിട്ടുണ്ടെന്ന് തോന്നുന്നു. ഐഡിയ ഇല്ല കേട്ടോ. നമ്മൾ ഇപ്പോൾ പോണ റൂട്ടെന്ന് പറയുന്നത് മൗലിലോങ് പോണ റൂട്ടാണ് കേട്ടോ. ഇതൊരു ബോർഡർ റോഡാണ്. വന്നോയ്ക്കൊക്കെ BSFക്കാരൊക്കെ ഉണ്ട് കേട്ടോ. എന്തൊരവസ്ഥയെന്ന് ഞാൻ ആലോചിക്കണം. ഇന്നും നമ്മൾ തള്ളിക്കൊണ്ട് തന്നെയാണ് പോണം. പക്ഷേ എനിക്ക് ഇവിടെയൊക്കെ ഫുള്ള് മറ്റേ ഇതുണ്ട് കേട്ടോ, അടക്ക മരങ്ങളുണ്ട് കേട്ടോ. ഞാൻ വന്നോയ്ക്ക് കണ്ടതാണ് ഇഷ്ടംമാതിരി ആളുകൾ അടക്ക പറിക്കാനുണ്ട് ഇവിടെ. അതാണ് തോന്നുന്നത് ഇവിടുത്തെ വരുമാനം. കണ്ടില്ല, അവിടെയൊക്കെ അടക്ക മരത്തിൻ്റെ മേലിൽ ആരോഗ്യമുണ്ട് കേട്ടോ. ഞാനിങ്ങനെ ഇവിടെ വീഡിയോ ഇങ്ങനെയൊക്കെ എടുത്തിട്ട് ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ അത് രണ്ട് കോഴിക്കോടുള്ള ആൾക്കാരെ കണ്ട്. എങ്ങനെ പേരെങ്ങനെ? റിയാസ്, കോഴിക്കോട്. കോഴിക്കോട്. ഓ, ഇവിടെ ഇപ്പോൾ എത്ര ആളായി? ഞാനിവിടെ വർക്ക് ചെയ്യാണ്. ഷില്ലോങ്ങിലല്ല, കുറച്ച് മാറിയാണ്. ഞാൻ ഇവിടെ 7 വർഷമായി.
ഇങ്ങനെ അബുദാബിയിലാണ്. കറങ്ങാൻ വന്നാണ്. നമ്മള് ഇവിടെ ഇങ്ങനെ ടൈമിലാട്ടാ കണ്ട, എന്തായാലും പ്രതീക്ഷിക്കാതെ കണ്ടൊരു കാഴ്ച. ബോർഡൊക്കെ കണ്ടപ്പോ പെട്ടെന്ന് നമ്മള് എന്തായാലും കണ്ടതിന് സന്തോഷം. എന്റെ മോനെ, അപ്പൊ എന്തായാലും കണ്ടതിന് സന്തോഷം. നമ്മളെ ഇവിടുന്ന് ഇങ്ങനെ വീഡിയോ ക്യാമറയൊക്കെ ഇവിടെ വെച്ചിട്ട് ഇങ്ങനെ വീഡിയോ എടുത്ത ടൈമിലാട്ടോ അവരെ കണ്ടു കിട്ടിയ. എന്തായാലും സന്തോഷം. അവരെ യാത്രയൊക്കെ പറഞ്ഞ് പോയട്ടാ. ഒരാൾ ഇവിടെ സെറ്റിലായ ആളാന്ന് തോന്നട്ടാ, മറ്റേ ആള് പുള്ളിയുടെ ബ്രദറാണെന്നാ പറഞ്ഞതെന്ന് തോന്നുന്നു. അവർ കറങ്ങാൻ വേണ്ടി വന്നിട്ട്. എന്തായാലും കണ്ടതിന് സന്തോഷം കേട്ടാ, നിങ്ങളെ കണ്ടതിന് സന്തോഷം. കാരണം നമ്മൾ മലയാളികളെ എവിടെ വെച്ച് കണ്ടാലും വല്ലാത്തൊരു ഫീലാട്ടോ, ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ നമ്മൾ പയ്യെ ഇവിടെ നിന്ന് യാത്ര ചെയ്യണം കേട്ടോ. നമ്മൾ ഭക്ഷണമൊക്കെ കഴിക്കാൻ വേണ്ടി ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പല്ലൊക്കെ തേച്ച് ഇവിടെ ഇത് കണ്ടില്ലേ ഫുഡ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ പരിപ്പേറി റെഡിയാണ് ഇവിടെ ചൂടാക്കി. ഇപ്പോൾ ചോറും കൂടെ എന്താ ഇവിടെ ഒരു പയ്യുണ്ട്. ഹായ് हाय, आपका नाम क्या है आपका? राय राय सिंह. ओ ये आपका तो अरबी. अच्छा, आरबी हाउस. ആൾക്ക് ഇവിടെ ഒരു ഹോം സ്റ്റേ ഉണ്ട് കേട്ടോ. ഹോം സ്റ്റേ അറബി ഹൗസ് എന്നാട്ടോ. ഇന്നലെ എന്നോട് അറബി ഹൗസ് എന്ന് പറഞ്ഞപ്പോൾ പിന്നെ അറബി എന്നാ കേട്ടോ. പക്ഷേ പിന്നീട് നോക്കിയപ്പോഴാണ് അറബി ഹൗസ് എന്നുള്ളത്. അപ്പം നമ്മൾ ഇവിടെ വന്നത് മൗളിൽ ലോങ് പോണ റൂട്ടിലാണ് ആളുടെ ഗസ്റ്റ് ഹൗസ് വന്നത് കേട്ടോ. നമ്മൾ ഇന്നലെ ചോദിച്ചു ഇവിടെ ടെൻറ്റ് അടിച്ചോട്ടെ എന്ന് ചോദിച്ചപ്പോൾ ആൾ ടെൻറ്റ് അടിച്ചോളാൻ പറഞ്ഞു. അതിന് ഭയങ്കര താങ്ക് യു, ധന്യവാദ്. അപ്പോൾ നമ്മുടെ സാധനങ്ങളെല്ലാം അവിടെ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ചോറ് റെഡിയായിട്ട് ചോറ് കഴിച്ചിട്ട് ഇറങ്ങാലാന്ന് വിചാരിച്ചിരിക്കുന്നത് കേട്ടോ. ഇവിടെ നിന്ന് ഏകദേശം 3 കിലോമീറ്റർ 4 കിലോമീറ്റർ ചുറ്റുള്ളൂ. മൗലിലോ കിतना दूर है भैया? 4 കിലോമീറ്റർ. അച്ഛാ 4 കിലോമീറ്റർ ഉള്ളൂ എന്നാണ് പറഞ്ഞത്. അപ്പം എന്തായാലും ഫുഡൊക്കെ കഴിച്ചിട്ട് ഇവിടെ നിന്ന് ഇറങ്ങാണ്ട്. ചോറ് എന്ത് തിളച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇതാണ് RB ഹോം സ്റ്റേ എന്നാണ് ഇവരുടെ ഹോം സ്റ്റേയുടെ പേര്. നമ്മൾ ഇന്നലെ ടെൻ്റ് അടിച്ച അവിടെയാണ്. ഇതാണ് അവരുടെ ഹോം സ്റ്റേ. നമ്മൾ പോണ റൂട്ടിലാണ്. ഇനിയിപ്പോൾ നമ്മൾ മൗലിലോങ് എന്ന് പറഞ്ഞ വില്ലേജിലേക്ക് പോകണം. ഇതല്ലാട്ടോ ശരിക്കും മൗലിലോങ് എന്ന് പറയണത്. ഇവിടെ നിന്ന് ഒരു 3-4 കിലോമീറ്റർ ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പം അങ്ങാടേക്കാണ് നമ്മൾ പോകണേട്ടാ. ഭക്ഷണമൊക്കെ കഴിച്ച് ഇറങ്ങണേട്ടാ പയ്യെ. കാരണം സൈക്കിൾ ഞാൻ പറഞ്ഞില്ല, കഴിഞ്ഞ ദിവസം ആ ഒരു എന്തോ പണി കിട്ടിയെന്ന് എനിക്കറിയില്ല കേട്ടോ. സത്യം പറഞ്ഞാൽ ഒരു പിടുത്തമില്ല. ഇനി റെഡിയാക്കണമെങ്കിൽ എന്ത് ചെയ്യുമെന്നൊരു പിടുത്തമില്ല. അതാണ് അവസ്ഥ. ഒന്നല്ലേ ശിലോങ് പോകേണ്ടി വരും. ഇതൊക്കെയാണ് അവസ്ഥകൾ. പരിതാപകരമാണ്ട. എന്നൊക്കെ അത്യാവശ്യം ഹോം സ്റ്റേ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. വീണ്ടും ഇത് അവിടെയൊക്കെ ഉണ്ട്, മേളിലൊക്കെ ഉണ്ട് കേട്ടോ പുറകിൽ. നമ്മളങ്ങനെ മൗലിലോങ് എന്ന് പറഞ്ഞ വില്ലേജ് എത്തിയേട്ടാ. ഇത് കണ്ടില്ലേ, ഇവിടെയാണ് വില്ലേജ്. ഇതൊരു ക്ലീനസ്റ്റ് വില്ലേജാണ്, ഏഷ്യയിലെ ക്ലീനസ്റ്റ് വില്ലേജാണ്. അപ്പോൾ അതിൻ്റെ അവിടെ നമ്മൾ എത്തിയേക്കണം. ഇന്ന് ഞായറാഴ്ച കൊണ്ട് ഇവിടെ ആരുമില്ല കേട്ടോ. നമ്മൾ മാത്രമേ ഉള്ളൂ, വേറെ ടൂറിസ്റ്റുകൾ അങ്ങനെ ആരുമില്ല. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഇവിടേക്കൊന്ന് കാണാം. അപ്പോൾ ഇവിടുത്തെ കാഴ്ചകളൊന്ന് ജസ്റ്റ് ഒന്ന് കാണാം കേട്ടോ. നമ്മളെ ഇവിടെ നിന്ന് ഇറങ്ങണേണ്ട. ഇവിടെ ശരിക്കും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒന്നുമില്ല. ഇത് ക്ലീൻ വില്ലേജാണ്, ഏഷ്യയിലെ ക്ലീൻ വില്ലേജാണ്. അപ്പോൾ
ഇവിടെ എന്ന് പറയാൻ വേണ്ടി ജസ്റ്റ് വീട് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ വില്ലേജിൽ ഒരു ചപ്പ് ചവറോ കാര്യങ്ങളൊന്നുമില്ല. അവർ നീറ്റായിട്ട് തന്നെയാണ് വില്ലേജ് കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യണത്. അല്ലാണ്ട് ഒരുപാട് വലിയ കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. പിന്നെ ഇവിടെ നിന്ന് കുറച്ചും കൂടെ പോകുമ്പോൾ റിവായ റൂട്ട് ബ്രിഡ്ജ് ഉണ്ട്, ഒരു റൂട്ട് ബ്രിഡ്ജ് ഉണ്ട് കേട്ടോ. ഇത് ഇവിടുന്ന് ഏകദേശം 2 കിലോമീറ്റർ പുറകിലേക്കാണ് നമ്മൾ വന്ന റൂട്ടാണ് തോന്നുന്നത്. ഇവിടെ അത്യാവശ്യം ആൾക്കാർ വന്നിട്ടുണ്ട്. ഇപ്പോഴും ഇന്ന് കടകൾ കാര്യങ്ങളൊന്നും തുറന്നിട്ടില്ല, പക്ഷേ ഇതൊക്കെ ക്ലോസ്ഡ് ആണോ. ഇതിപ്പോൾ നിങ്ങൾ കണ്ടില്ലേ, ഇത് ക്ലോസ്ഡ് ആണ്. വേറെ അങ്ങനെ ഒന്നും ഇല്ല കേട്ടോ സത്യം പറയുന്ന. എന്തായാലും നമുക്ക് പയ്യെ ഇവിടുന്ന് ഇറങ്ങാം കേട്ടോ. വേറെ ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഇവിടെ വേറെ ഒന്നും ഷൂട്ട് ചെയ്യാത്ത. ഇനിയിപ്പോൾ റൂട്ട് ബ്രിഡ്ജ് ഉണ്ട്, അത് ഓപ്പൺ ആണോ എന്ന് എനിക്കറിയില്ല. ഇന്ന് ഞായറാഴ്ചയും കൂടെ ഉണ്ട്. കാരണം ഇവിടെയുള്ള ആൾക്കാരെല്ലാവരും ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി ആയതുകൊണ്ട് ഞായറാഴ്ച ഇവർ പ്രാർത്ഥന കാര്യങ്ങൾ അങ്ങനത്തെ ഒരു ഇതൊക്കെ ഇട്ടാണ്ട. അപ്പോൾ ഇന്ന് ഓപ്പൺ ആണോ എന്ന് എനിക്കറിയില്ല. എന്തായാലും നമുക്ക് പോയി നോക്കാട്ടോ. നമ്മളങ്ങനെ ഇവിടെ ഒരു ലിവിങ് റൂട്ട് ബ്രിഡ്ജ് ഉണ്ട് കേട്ടോ. അതിൻ്റെ അവിടെ എത്തി. സൈക്കിൾ കാര്യങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ടാ. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് ഏകദേശം കുറച്ച് ദൂരമുള്ളൂ. ഹായ്, യുവർ നെയിം? കൊസ്ലി. ഓ, യുവർ ഫ്രം സിലോൺ. അപ്പോൾ യുവർ ഇൻ ടാക്സി ഡ്രൈവർ ഓർ? യാ, ഓക്കെ ഓക്കെ ഓക്കെ. ആള് ഓ ഓക്കെ ഓക്കെ ഓക്കെ. ഓ, ആളിവിടെ ടാക്സി ഡ്രൈവറാണ്. അപ്പം നമ്മൾ വന്നൊഴിക്ക് ഇവിടെ വെച്ച് പരിചയപ്പെട്ടാണ്. ഇനിയിപ്പോൾ ഇവിടെ നമ്മൾ ലിവിങ് റൂട്ട് ബ്രിഡ്ജ് കാണാൻ വേണ്ടി പോകുന്നത് കേട്ടോ. ഇവിടെ നിന്ന് ഏകദേശം ഉള്ളൂ, കുറച്ച് ദൂരമേ ഉള്ളൂ. പക്ഷേ ടിക്കറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത്. എന്തായാലും നമുക്ക് പോയി നോക്കാം. നമ്മളെ പോണ റൂട്ടാണ്ടാ, ഇങ്ങനെ വേണം പോകാൻ. ഓരോരോ ആൾക്കാർ ഇങ്ങനെ വന്നിട്ടിരിക്കുന്നത്, കയറി ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ അവരിങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ടാ. നമ്മളെ ചെരുപ്പ് കാര്യങ്ങളൊക്കെ ഇട്ടിട്ടാണ് നമ്മൾ പോകുന്നത്. ഇവിടെ എല്ലാവരും ഷൂ കാര്യങ്ങളൊക്കെ ഇട്ടിട്ടാണ് ട്രെക്കിങ്ങിന് ഇറങ്ങുന്നത്. പിന്നെ പോണ വഴിക്കൊക്കെ ഇവിടെ കടകൾ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതുപോലെ അടിയിൽ എന്തോ ചെറിയൊരു വാട്ടർഫോൾ ഉണ്ടെന്ന് തോന്നണേ. സൗണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതുണ്ടല്ലേ, ഇവിടെ ചെറിയ ചെറിയ കടകളൊക്കെ ഉണ്ട് കേട്ടോ. ഹായ്. ഇവിടെ അതുപോലെ തന്നെ ഏകദേശം 40 രൂപ ഉണ്ട് ടിക്കറ്റ്. ഏകദേശം നമ്മൾ അടുത്തെത്തി. ടിക്കറ്റ് കൗണ്ടർ ഈ കാണുന്നതാണ് കേട്ടോ. അവിടെ നമ്മൾ ടിക്കറ്റ് എടുത്ത് വേണം റൂട്ട് ബ്രിഡ്ജിലേക്ക് പോകാൻ കേട്ടോ. ആൾക്കാരെ കണ്ടിട്ട് പയ്യെ ഇവിടെ നിന്ന് ഇറങ്ങണേ. ഇതിൽ പ്രൈവറ്റ് പ്രോപ്പർട്ടി എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ റൂട്ട് ബ്രിഡ്ജിൻ്റെ അടുത്തെത്തി കേട്ടോ. കാണുന്നതാണ് റൂട്ട് ബ്രിഡ്ജ്. ആൾക്കാർ അടിയിൽ കുറേ പേര് ഇറങ്ങുന്നുണ്ട് കേട്ടോ. അവിടെ കുറച്ച് ആൾക്കാർ കുളിക്കുന്നുണ്ട്, ഡ്രസ്സ് കഴുകാണ്ട് കേട്ടോ. അത് ശരിക്കും ഇവിടെയുള്ള ആൾക്കാരാണ് കേട്ടോ. ഇവിടെയുള്ള ആൾക്കാരാണ് കൂടുതൽ ഇവിടെ കുളിക്കുകയും പിന്നെ അതുപോലെ തന്നെ ഡ്രസ്സ് കഴുകാനൊക്കെ ഈ ഒരു വെള്ളം യൂസ് ചെയ്യാനായിട്ടാണ്. ഇത് ഒഴുക്കുള്ള വെള്ളമാണ്. ഇവിടെ നിന്ന് ഇങ്ങനെ ഒഴുകിയാണ് പോണത്. നല്ല തെളിഞ്ഞ വെള്ളമാണ്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ വെൽക്കം ടു ലിവിങ് റൂട്ട് ബ്രിഡ്ജ് നോ വാട്ട് വിസിറ്റിംഗ് അവർ 7 മണി തൊട്ട് 6 മണി വരെ ഉള്ളൂ കേട്ടോ. വിൻ്റർ സീസണിൽ 7 മണി തൊട്ട് 5 മണി വരെ. ടിക്കറ്റ് 40 രൂപ. ക്യാമറക്ക് ഏകദേശം 20 രൂപ കേട്ടോ. നമ്മൾ ക്യാമറയുടെ പൈസ ഒന്നും കൊടുത്തിട്ടില്ല കേട്ടോ. ക്യാമറ എവിടെയും കൊടുക്കാറില്ല. കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ ചോദിക്കുന്നു കേട്ടോ. ഇതാണ് കേട്ടോ ലിവിങ് റൂട്ട് ബ്രിഡ്ജ്. സിംഗിളാണ്, പക്ഷേ ഇത് നമ്മളെ മറ്റേ ഇവിടെ ഡബിൾ ഡെക്കർ കണ്ട പോലെ അത്രയും ഇതില്ല കേട്ടോ. ഇത് കണ്ടില്ലേ, ഇത് കറക്റ്റ് വലിയ വഴിയും കാര്യങ്ങളൊക്കെയാണ്. സത്യം പറയുന്നത് നമ്മൾ മറ്റേ ഡബിൾ ഡെക്കർ കണ്ടല്ലോ, അതിൻ്റെ അത്രയും കറക്റ്റ് ഇല്ല അവിടെ ശരിക്കും. അത് അടിപൊളിയായിരുന്നു. ആ റൂട്ട് ബ്രിഡ്ജ് അടിപൊളി എന്ന് പറയുന്നത് ഭയങ്കര സെറ്റിങ് ആണ്. ചെറിയതാണ്, പക്ഷെ ഇതും കുഴപ്പമില്ല കേട്ടോ. ഈ ഒരു മരത്തിൻ്റെ ആ ഒരു ഇത് വന്നേക്കണൊക്കെ അടിപൊളിയാണ് കേട്ടോ. ശരിക്കും നമ്മളെ ക്ലീനസ്റ്റ് വില്ലേജ് കാണാൻ വന്നിട്ട് ജസ്റ്റ് കണ്ട് എനിക്ക് തോന്നുന്നു വലിയ തിരക്ക് കാര്യങ്ങളൊന്നും ഉണ്ടാകുന്നില്ല. ഞായറാഴ്ച ആയിരുന്നു. ഇതാണ് റൂട്ട് ബ്രിഡ്ജ്. കുറേ ആൾക്കാർ വന്നിട്ടുണ്ട്. ഇന്ന് ഞായറാഴ്ചയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് അധികം തിരക്കില്ലാട്ടാ. നല്ല വെയിൽ കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അവിടെയൊക്കെ ആൾക്കാർ പിള്ളേരൊക്കെ മീൻ പിടിക്കുന്നുണ്ട്. പിന്നെ അതേ കണ്ടില്ലേ, അവിടെ കുളിക്കുന്നുണ്ട്. നമ്മളെ ഇപ്പോൾ അവിടെ നിന്ന് ഇറങ്ങിയേട്ടാ. വേറെ ഒന്നും അങ്ങനെ കാണാനില്ല ഇവിടെ. ജസ്റ്റ് ആ വില്ലേജ് കണ്ട്, പിന്നെ വെറുതെ അവിടെ ഒരു റൂട്ട് ബ്രിഡ്ജ് ഉണ്ടായിരുന്നു, അത് കണ്ട്. ഇന്നലെ നമ്മൾ വന്ന വഴിയാണ് ഈ കാണുന്നത്. അപ്പോൾ ഇവിടുന്ന് റിട്ടേൺ പോകണേ. ഇപ്പോൾ ഇഷ്ടംമാതിരി ടൂറിസ്റ്റുകൾ വന്നിട്ടുണ്ട്. ഇന്ന് ഞായറാഴ്ചയും കൂടിയാണ്. ഞായറാഴ്ച കടകൾ കാര്യങ്ങളൊക്കെ ഭയങ്കര കുറവാണ് കേട്ടോ. കണ്ടില്ല, ടൂറിസ്റ്റ് വണ്ടിയാണ് വന്നത്, ടാക്സിയാണ് കേട്ടോ വന്നത്. ഇപ്പോൾ നമ്മൾ വന്ന വഴിക്ക് കുറേ വണ്ടികൾ പോയായിരുന്നു കേട്ടോ. ഒരുപാട് വണ്ടികൾ വന്നിട്ടുണ്ട്. നമ്മളെന്തായാലും പയ്യെ തിരിക്കണേ, പയ്യെ തള്ളിക്കൊണ്ട് തന്നെയാണ് നമ്മൾ യാത്ര ചെയ്യണം. കാരണം സൈക്കിൾ ആ ഒരു പണി കിട്ടിയതുകൊണ്ട് ഭയങ്കര സീനാണ്. ചവിട്ടാൻ പറ്റണല്ലോ കേട്ടാ. ടയേർഡായി നല്ല രീതിയിൽ. എന്തായാലും പയ്യെ നമുക്ക് തള്ളി പോകട്ടെ. എന്തെങ്കിലും കഴിക്കണം, നല്ല വിശപ്പുണ്ട്. പിന്നെ ഓറഞ്ച് ഉണ്ട്, അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തിരിക്കണം ഇത്ര നേരം. എന്തായാലും പോകണമെങ്കിൽ എന്തെങ്കിലും നോക്കാം കേട്ടാ. അങ്ങനെ വിചാരിച്ചിരിക്കുന്നതാണ്. കണ്ടില്ല, ഓരോരോ വണ്ടികൾ പോകണ്ടല്ലോ. ടാക്സി
ഇവിടുന്ന് ഇപ്പൊ ഇനിയിപ്പോ കുറെ വണ്ടികൾ നമ്മൾ പോണ വഴിക്ക് കണ്ടായിരുന്നു. നമ്മളെ ഇപ്പൊ ഇങ്ങനെ വീഡിയോ എടുത്തപ്പോ ഒരു വണ്ടി പോലെ ആ വണ്ടി റിട്ടേൺ വന്നു. ഹായ്, എങ്ങനെ പേരെങ്ങനെ? അഞ്ജലി വിഷ്ണു. വിഷ്ണു, എവിടെ സ്ഥലം എവിടെ? ഞങ്ങൾ നാട്ടില് പത്തനംതിട്ട, പക്ഷെ മുംബൈ താമസിക്കുന്നത്. ശരിക്കും കേരളത്തിൽ നിന്ന് വന്ന. അപ്പൊ അവരെ നമുക്ക് പോവാൻ നേരത്ത് 2 പ്രോട്ടീൻ ബാറൊക്കെ തന്നിട്ടാണ് പോയത്. കണ്ടില്ലേ, ഇതവർ തന്നതാണ്. എന്തായാലും ഞാൻ വീഡിയോ എടുക്കുന്ന ടൈമിലാണ് അവർ കാറ് വളച്ചു വന്നത്. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം. പിന്നെ ഞാൻ അപ്പോഴാണ്, അതുകൊണ്ടാണ് എൻ്റെ ഇതായി പോയത്. എന്താന്ന് കാരണം നമ്മളെ കണ്ടുകൊണ്ടാണ് അവർ വന്നത് കേട്ടോ. അതിന് വല്ലാത്തൊരു സന്തോഷം എത്തി. കാരണം കുറച്ച് മലയാളികളെ കണ്ടല്ല, അത് തന്നെ വല്ലാത്തൊരിതാണ്. കാരണം നമ്മൾ ഇത്രയും യാത്ര ചെയ്ത് പോകുമ്പോൾ ഓരോ സ്ഥലങ്ങൾ ഓരോരോ മലയാളികളെ കാണുന്നു, സംസാരിക്കുന്നു. അത് വല്ലാത്തൊരു ഫീൽ തന്നെ കേട്ടോ. അങ്ങനെ അവരോട് യാത്രയൊക്കെ പറഞ്ഞ് നമ്മൾ പയ്യെ അവിടെ നിന്നൊക്കെ പോകുന്നേട്ടാ. പിന്നെ എന്തായാലും പയ്യെ നമ്മൾ ദൗക്കിയിലേക്ക് വീണ്ടും പോകണേണ്ടാ. നമ്മളിങ്ങനെ വ്ലോഗ് എടുത്തുന്ന ടൈമിലാണ് അവരെ കണ്ടത്. അപ്പോൾ അവർ വളച്ച് റിട്ടേൺ വന്നതാണ്. എന്തായാലും ഭയങ്കര സന്തോഷം കാണാൻ പറ്റിയാലും വല്ലാതെ സന്തോഷപ്പെട്ടു. നമ്മൾ പോണേക്കൊക്കെ ഇന്നലെയൊക്കെ കുറച്ച് ആൾക്കാരെ കണ്ടായിരുന്നു, മലയാളികളെയും കണ്ടായിരുന്നു. മലയാളികളല്ല 2 തമിഴ്നാടുകാരെ കണ്ട്, പിന്നെ വേറെ സ്ഥലത്തുള്ള കുറച്ച് ആൾക്കാരെ കണ്ട്. എന്തായാലും എല്ലാവരെയും കാണാൻ പറ്റി, സംസാരിക്കാൻ പറ്റി. അത് തന്നെ വലിയ സന്തോഷപ്പെട്ടാ. അപ്പം നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി നേരെ സ്നോപ്പഡാങ് പോകാനുള്ള പ്ലാനിലിരിക്കണേ. ഇവിടുന്ന് ഏകദേശം 30 സംതിങ് കിലോമീറ്റർ കേട്ടോ. തള്ളിക്കൊണ്ട് തന്നെ പോകണം കേട്ടോ, രക്ഷയില്ല. അവസ്ഥ അതാണ്. അല്ലെങ്കിൽ ഇവിടെ നിന്ന് ഷിലോങ് പോകണമെന്നുണ്ട്. ഇന്ന് ഞായറാഴ്ചയും കൂടെ ആയതുകൊണ്ട് കട തുറക്കൂല. എന്തായാലും എൻ്റെ പ്ലാൻ എന്ന് പറയുന്നത് ഇവിടുന്ന് ഷിനോപ്പടാങ് പോയിട്ട് അവിടെ നിന്ന് പയ്യെ കണ്ടിട്ട് അവിടെ നിന്ന് ഷിലോങ് പോകാനാണ് പ്ലാൻ. അവസ്ഥയെന്ന് ആലോചിക്കണം, ഒരു പിടുത്തമില്ല. നമുക്ക് എന്താണ് ഇങ്ങനെ എപ്പോഴും തന്നെയാണെന്ന് ആലോചിക്കണം. എന്തായാലും നോക്കാം. നമ്മളെ അങ്ങനെ ഇപ്പോൾ സ്നോപ്പടാങ് പോണ റൂട്ടിൽ ടെൻ്റ് അടിക്കാൻ ഒരു സ്ഥലം കിട്ടി. അപ്പോൾ നമ്മൾ ടെൻറ്റ് കാര്യങ്ങളൊക്കെ അടിച്ച്. അപ്പോൾ ഈ ഒരു വീട്ടിലാണ്ടാ. ഹായ്, ഹലോ. അപ്പോൾ ഇവർ നമുക്ക് ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടി ഇവിടെ സെറ്റ് ചെയ്ത് തന്നെ കേട്ടാ. നമ്മളിവിടെ ഇതൊക്കെ കാർഡ്ബോർഡ് വരെയും വെച്ച് തന്നു. കാരണം ഇവിടെ കാറ്റടിക്കണോണ്ടേ. അങ്ങനെ നമ്മൾ ചോറുണ്ടാക്കണേ. ഭയ്യാ आपका नाम क्या है? കോർഡർ. ഓക്കെ. അപ്പോൾ ഇവരുടെ വീട്ടിലാണ്ടാ നമ്മൾ ടെൻ്റ് അടിക്കണം. അപ്പോൾ ഫുഡ് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കണേ. കാരണം എല്ലാവരും ഇപ്പോൾ വീഡിയോ ഇതിൽ വരാൻ ആഗ്രഹിക്കണില്ല. കാരണം ഇപ്പോൾ ഇത്രയും ഇതായല്ല. അപ്പോൾ ഓരോ ഇതിലിരിക്കണേണ്. അപ്പോൾ അതുകൊണ്ടാണ് എല്ലാവരും കാണിക്കാത്തത്. ഓക്കെ, आपका नाम? റോസ്ലി. ഓ, അപ്പോൾ ഇവൻ്റെ വീടിൻ്റെ ഈ ഒരു ഫ്രണ്ട് സൈഡിലാണ് നമ്മൾ ടെൻ്റ് അടിക്കണം. ഓക്കെ. അപ്പോൾ എന്തായാലും ഫുഡ് ഉണ്ടാക്കിയിട്ട് ഫുഡ് കഴിക്കാം. അപ്പോൾ അടുത്തൊരു വീഡിയോ ഇട്ട് അടുത്ത ദിവസം കാണാം. അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഹായ്, आपका नाम क्या है दीदी? ത്രിശാലിമീൻ. ഓ, ഞാൻ വെറൈറ്റി നെയിമാട്ടാ. അപ്പോൾ എന്തായാലും അടുത്ത ദിവസം കാണാം.